ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്രീ ടൈം ട്രയൽസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൈനക്റ്റിക്സിൻ്റെ മറ്റൊരു വീഡിയോ ആണ്. അപ്പോൾ മുൻപത്തെ വീഡിയോയിൽ ഞാൻ കൈനക്റ്റിക്സിൻ്റെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വാങ്ങിച്ച പാക്കും അത് എത്ര രൂപ വില വരുന്നതാണെന്നും പിന്നെ അതിൻ്റെ കുറച്ച് പ്രത്യേകതകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. അതിനകത്ത് 2 ഡിഫറെൻറ്റ് കളേഴ്സാണുള്ളത്, പിങ്കും പർപ്പിളും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പിങ്ക് കളറ് വെച്ചിട്ട് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി സാൻഡാണ്, നിങ്ങൾ ഉറപ്പായിട്ട് ഇത് വാങ്ങിക്കുക. നിങ്ങളുടെ കുട്ടികൾക്ക് കളിക്കാൻ വാങ്ങിച്ച് കൊടുക്കുക. അടിപൊളി വണ്ടർ സാൻഡാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇവിടെ പർപ്പിൾ കളർ വെച്ചിട്ട് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ആണ് ചെയ്യാൻ പോകുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ കൈനക്റ്റിക് സാൻഡ് അതാ നല്ല ഒഴുകി കയ്യിൽ നിന്നൊക്കെ ഒഴുകി പോകുന്നുണ്ട്. പിന്നെ നമുക്കിതൊരു സൈഡിലേക്ക് ഒഴുക്കി വയ്ക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ സേവനാഴിയാണ് കേട്ടോ. അപ്പോൾ സേവനാഴിയിൽ കുറച്ചധികം ചില്ലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പല പല ഷേപ്പായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു അച്ചില്ലേ, അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ സേവനാഴിയിലേക്ക് നമ്മൾ മാവ് നിറയ്ക്കുന്നത് പോലെ നമ്മുടെ കൈനക്റ്റിക് സാൻഡ് നിറച്ച് കൊടുക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ കൈനക്റ്റിക് സാൻഡ് വരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ ഞാനൊന്ന് കറക്കി നോക്കുകയാണ്. അപ്പോൾ കുറച്ച് പിടുത്തമുണ്ട് കേട്ടോ. അപ്പോൾ സർവ്വശക്തി എടുത്തിട്ട് ഞാനിതുവരെ കറക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് വരത്തില്ല എന്ന്. എന്നിട്ടും ഞാൻ വിചാരിച്ചു ചെറിയ ചില്ലായതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ നമ്മുടെ മുറുക്കൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ ആ ഒരു ചില്ലിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇച്ചിരിയുടെ വലിയ ചില്ല്. അപ്പോൾ അതിട്ട് ചെയ്യുമ്പോഴത്തേക്ക് വന്നാലോ, അപ്പോൾ ഇത് ചെറുതായിട്ടായിരിക്കും വരാത്തതെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇച്ചിരി വലിയ ചില്ലിട്ട് കറക്കി നോക്കുകയാണ്. പക്ഷേ അവിടെയും അത് നമ്മളെ ചതിച്ചേട്ടോ, അത് വന്നില്ല. അപ്പോൾ പണി നല്ല അടിപൊളിയായിട്ട് ചീറ്റിപ്പോയി. നമുക്ക് ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ശ്രമം അവസാനിപ്പിച്ചു. ഇനി നമുക്ക് ഇതിന് വേറെ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് കൈനക്റ്റിക് സാൻഡ് വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ടിഫിൻ ബോക്സിലൊക്കെ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്കൊന്ന് കേക്ക് ഉണ്ടാക്കി നോക്കാം, അല്ലെങ്കിൽ ഇതേപോലൊരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു ടിഫിൻ ബോക്സിൽ ഇതുപോലെ നമ്മുടെ കൈനക്റ്റിക് സാൻഡ് നല്ലോണം നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒരു ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നല്ലോണം പ്രസ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പിന് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കണ്ടു, നമുക്കിത് കറക്റ്റായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൈനക്റ്റിക് സാൻഡ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോഴേക്ക് നമുക്ക് നല്ല ലെയറായിട്ട് കിട്ടും. നമ്മൾ സാധാ മണ്ണിൽ വെച്ച് കളിക്കും പോലെയല്ല, അത് പൊടിഞ്ഞു പോകുന്നില്ല. നല്ല ലെയർ നമ്മൾ ഏത് ഷേപ്പിൽ കട്ട് ചെയ്യുന്നു അതുപോലെ പെർഫെക്റ്റായിട്ട് അത് കട്ട് ചെയ്ത് വരും. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ വരും. അപ്പോൾ ഇതാ കണ്ടു, ഞാൻ ഇതുപോലെ കുറേ രീതിയിലൊക്കെ കട്ട് ചെയ്ത് നോക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കണ്ടോ, അതേ ആ ക്യൂബ്സൊക്കെ അതേ ഷേപ്പിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് പൊടിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിനെ ഒന്ന് മിക്സഡ് കളേഴ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പർപ്പിൾ ഒരു സൈഡിലും പിങ്ക് ഒരു സൈഡിലുമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കട്ട് ചെയ്ത് വെക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഞാനതിന് നേരത്തെ പോലെ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, നമ്മൾ പിങ്കും പർപ്പിളും കളറിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിന് 2 കളറുള്ള ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് അത് കട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മേടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ആഗ്രഹമില്ല ഇതൊന്ന് ചെയ്ത് നോക്കണമെന്ന്. അടിപൊളിയാണ് കേട്ടോ കൈനക്റ്റിക് സാൻഡ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് കണ്ടോ, ഈ ക്യൂബ്സൊക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇരിപ്പുണ്ട്, പൊടിഞ്ഞൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഞാൻ പിന്നെ ഇതൊരു ബൗളിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഓവൽ ഷേപ്പ്ഡ് ബൗളിലേക്ക്. ഇതാ കണ്ടോ, അതും അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണോ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാം. എങ്ങനെ കട്ട് ചെയ്താലും ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ, ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്നവരെ വണക്കം, ടാറ്റ, ബൈ ബൈ, സീ യു അഗെയിൻ.